ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക, ഈ കള്ളക്കളി അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇതൊന്ന് പൊളിക്കണമല്ലോ എന്ന്. അങ്ങനെ ഇരിക്കെ ഫോൺ എടുത്ത് മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ മുത്തശ്ശൻ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. മുത്തശ്ശനാണ് മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് നോക്കുന്നത്. അപ്പോൾ നയനമോളാണ്. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് നയനമോളാന്ന് പറഞ്ഞു. വേഗം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി ഫോൺ എടുത്തപ്പോൾ എന്തിനാ മോളെ വിളിച്ചതെന്ന് ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി, ചുമ്മാ വിളിച്ചതാണെന്ന് പറഞ്ഞു. എന്താ മോളുടെ സൗണ്ടിനൊരു അവശത? അപ്പോൾ മുത്തശ്ശനെ ടെൻഷനായി. എന്തെങ്കിലും തളർച്ച ഉണ്ടോ മോളെ എന്ന് ചോദിച്ചേ. പിന്നെ ഒന്നുമില്ല മുത്തശ്ശി. എന്നിട്ട് സംസാരം കേട്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തലചുറ്റൽ പോലെ തോന്നി, ചെറിയൊരു തളർച്ചയുമൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നീ അത് ആദർശനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ആദർശേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയതാ. ഇവിടെ എലിസബത്ത് ചേച്ചിയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യത്തിന് അവിടെ പോയല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. മോള് മൊബൈൽ വെച്ചോ. അയ്യോ മുത്തശ്ശി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്ന് മോള് പറഞ്ഞാൽ മതിയോ? അതും പറഞ്ഞ് മുത്തശ്ശി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പം നമ്മുടെ നയന എന്നും പറഞ്ഞിങ്ങനെ അവിടെ ഇരിക്കാം. അപ്പോഴേക്കും മുത്തശ്ശനോട് മോൾക്ക് നല്ല തളർച്ചയുണ്ടെന്ന് വിളിക്കുക അവനെ, ആദർശനെ വിളിക്കുക എന്നും പറഞ്ഞ് മുത്തശ്ശിയെ കൊണ്ട് വിളിപ്പിക്കുക കേട്ടോ. മുത്തശ്ശി ഫോൺ എടുത്ത് ആദർശനെ വിളിച്ചു. ഹലോ മുത്തശ്ശി എന്ന് പറയാതെ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ല്, കൊച്ചിന് വയ്യാന്ന് പറഞ്ഞു. കൊച്ചിന് വയ്യെന്നോ? അവൾക്കത് പറ്റിയേ? അത് എന്നോടാണോ നീ ചോദിക്കേണ്ടത്? നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല്, വേഗാട്ടെ. എന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അപ്പോൾ അവൾ മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞു അവൾക്ക് വയ്യാന്ന് മറ്റോ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയാതെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പോൾ ശരി മുത്തശ്ശി, ഞാൻ ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് ആദർശ് ഫോൺ കട്ട് ചെയ്തു. ആദർശ് ഇപ്പം തന്നെ പൊക്കോളാന്നാണ് പറഞ്ഞതെന്ന് മുത്തശ്ശിനോട് പറയാം. ഇദ്ദേഹം വരുന്നുണ്ടോ? ഞാനൊന്ന് മോളെ കാണാൻ പോവുകയാണെന്ന് മുത്തശ്ശി. അത് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കാം. വരാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ താൻ പെട്ടെന്നൊന്ന് അങ്ങോട്ടേക്ക് ചെല്ലടോ. മോൾ ഇങ്ങോട്ടാണ് വിളിച്ചത്, അല്ലാതെ താൻ അങ്ങോട്ടല്ല. അത്രയ്ക്ക് അവശത ഉണ്ടാകും മോൾക്കെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി അല്ലാണ്ടായിട്ട് നിൽക്കും. ആദർശ് പുറത്ത് പോയതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയായിരിക്കും ഒരു പക്ഷേ അവൾ വിളിക്കാതിരിക്കുന്നത്. അവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ടല്ലോ, അവൾ എന്തെടുക്കുന്നു എന്തോ എന്ന് പറഞ്ഞ് മുത്തശ്ശി. അവൾ ആത്മാർത്ഥതയുള്ളവളാ, എങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ നോക്കണമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അതാണ് ഞാൻ തന്നോട് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് മോളെ വിളിക്കണം എന്നുള്ളത്. ഞാൻ വിളിക്കാഞ്ഞിട്ടാണോ? കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോവുമായിരുന്നു. താൻ പെട്ടെന്ന് പോകാൻ നോക്കിക്കേ. ശരി, ഞാൻ പോകാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ തള്ളി വിടുവാണ്. ഈ സമയം പറഞ്ഞു തീർന്നില്ല. നമ്മുടെ ആദർശ് വീട്ടിലെത്തി. ആദർശ് എന്താ അതിനെ പറ്റിയെന്ന് ചോദിച്ചു ഓടി കയറി ചെന്നപ്പം അയ്യോ പിന്നെ ആദർശേട്ടാ, അത് ഞാൻ മുത്തശ്ശൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണെന്ന് നയന. എടി, അതുകൊണ്ടൊന്നും മുത്തശ്ശൻ്റെ മനസ്സ് മാറില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ആദർശ് ചോദിക്കുക. പറഞ്ഞു തീർന്നില്ല, മുത്തശ്ശി പറന്നു വന്നു കേട്ടോ. മുത്തശ്ശി വന്നപ്പോഴത്തേക്കും മുത്തശ്ശി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കര കരച്ചില്ല. മോളെ എന്തു പറ്റി മോളെ എന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടം. അപ്പോഴത്തേക്കും ഒരു കള്ളം പറഞ്ഞു, അല്ലേ അബദ്ധമായി പോയല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക. എന്താ മോളെ, എന്താ പറ്റിയതെന്ന് പറയാൻ പറഞ്ഞു. മുത്തശ്ശി ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആദർശ്. ഇവള് മുത്തശ്ശൻ്റെ മനസ്സ് മാറാൻ വേണ്ടി കള്ളം പറഞ്ഞതെന്ന് പറയുമ്പോൾ മുത്തശ്ശി അന്തം വിട്ട് ഇങ്ങനെ നോക്കാം. അങ്ങനെയൊന്നും മോള് കള്ളം പറയുന്ന ആളല്ലെന്ന് മുത്തശ്ശി. നീ മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അന്നേരം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ മുത്തശ്ശി ആദർശേട്ടൻ പുറത്തോട്ടൊക്കെ പോകുന്നേ? മോളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി പുറത്തേക്കൊക്കെ പോകലും കാര്യങ്ങൾ തീർക്കലും ഒക്കെ. ദേവയാനി അറിഞ്ഞാലേ അവളും ഇപ്പം ഇങ്ങോട്ടൊക്കെ ഓടി വന്നേനേന്ന് മുത്തശ്ശി പറയാം. എന്തായാലും ഒരു 10 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തെ അനന്തപുരി തറവാട്ടിലുണ്ട്. ഇനിയിപ്പോൾ മൂർത്തി ജ്വല്ലറി പൂട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി എന്ന് നയന. പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ബോധമില്ലാതെ ഇവനിങ്ങനെ കറങ്ങി നടന്നാൽ എന്ത് ചെയ്യും? മുത്തശ്ശി ഇവൾ എന്നോട് പറഞ്ഞത് ഇവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാ മുത്തശ്ശി. നിന്റെ തലയ്ക്ക് ആദർശയ ഇപ്പോൾ കുഴപ്പം. മോളെ നീ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അന്നേരം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മുത്തശ്ശി, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോകത്തില്ല, എനിക്കങ്ങനെയൊന്നും ഇല്ല. ചെറിയൊരു തളർച്ച ഉണ്ടായിരുന്നുള്ളൂ, അത് മാറി കേട്ടല്ലോ. അപ്പോൾ തളർച്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണേ. എന്നിട്ടാ ഇങ്ങനെ സമാധാനത്തോടെ നീ നിൽക്കുന്നേ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നീ മോളെ വിളിച്ചുകൊണ്ടിരിക്കണം. നിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ച് മോൾ അങ്ങോട്ടൊന്നും പറയില്ല. നയനി അന്നേരം ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അല്ല എലിസബത്ത് എവിടെ? അത് പിന്നെ ചേച്ചി ഒന്നും പറയണ്ട മുത്തശ്ശി, ചേച്ചി ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോയിരിക്കുക.
അവൾ ഇങ്ങോട്ട് വരട്ടെ. അവക്കിന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടേക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ ദൈവമേ ഇതിങ്ങനെ കൊളാകുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ എന്ന് പറയുന്ന അതിനെ നിൽക്കുമ്പോൾ എല്ലാവരും കണക്കാ. മോളെ ഇവന് തിരക്കാണെങ്കിലേ ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് മുത്തശ്ശി. ആദർശ് അന്തം വിട്ട് നിൽക്കുക. അതൊന്നും വേണ്ട മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ വരുന്നില്ല എന്ന്, എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഇല്ലയെന്ന്. അത് പിന്നെ മുത്തശ്ശി വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് ഓടി വരികയായിരുന്നു എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഓടിയും ചാടിയൊന്നും വരണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് കട്ടായോ അങ്ങ് പറയണു. ആ സമയത്ത് നമ്മുടെ നവ്യ കാണിക്കുന്നത്, നവ്യയും കൂട്ടുകാരിയും കൂടെ കാണുക കേട്ടോ. അങ്ങനെ അവർ കണ്ടപ്പോൾ ആദർശേട്ടൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. AN ജ്വല്ലറിയുടെ MD ആയ ഡേവിഡ് സാറിന് മുകളിലുള്ള ഒരാൾ. അയാളുടെ പേരാണ് ഞാൻ നിനക്ക് കൈമാറിയതെന്ന് പറയാണ് നവ്യ. ആ പേര് ഒറിജിനൽ ആയിരിക്കണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു പേര് ആർക്കും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നും നവ്യ പറയുന്നു. എങ്കിലും ഇങ്ങനൊരു വിവരം കിട്ടിയ സ്ഥിതിക്ക് നീ ആദർശേട്ടൻ ഉടനെ തന്നെ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. ആദർശേട്ടൻ അതിൽ പിടിച്ച് കയറട്ടെ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തേണ്ടടുത്ത് ആദർശേട്ടൻ എത്താൻ കഴിയുമെന്ന് പറയുമ്പം നീ സൂക്ഷിക്കണം നവ്യ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാർക്കിടയിലാണ് നീ ഇപ്പോൾ ഉള്ളതെന്നും അവർക്ക് നേരിയ സംശയം തോന്നിയാൽ മതി, പിന്നെ നിന്നെ ജീവിക്കാൻ പോലും അവർ സമ്മതിക്കില്ല എന്നും പറയാം. അപ്പം എനിക്ക് ജീവിക്കണമെന്നൊന്നും ഇല്ലടി, പക്ഷേ എൻ്റെ ജീവൻ പോകുന്നതിന് മുൻപ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ആദർശേട്ടനും നയനയ്ക്കും ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരിക്കൽ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരിൽ എൻ്റെ മിടുക്കിയായ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, അന്ന് അവനെ ലോക്കപ്പിലിട്ട് അവനെ തല്ലി ചതച്ചു. അതൊക്കെ കണ്ടിട്ട് നയനയും നന്ദുവിനെയും വെറുക്കുക ഞാൻ ചെയ്തതെന്ന കാര്യം പറയാ. എൻ്റെ അച്ഛനെയും അമ്മയെയും പോലും ഞാൻ തള്ളി പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് അതിലൊക്കെ കുറ്റബോധം തോന്നുകയാണെന്നും നവ്യ കൂട്ടുകാരിയോട് പറയുവാണ്. നന്ദു അന്ന് ലോക്കപ്പിലിട്ട് അവൻ അത്രം ചെയ്താൽ പോരായിരുന്നു, ഒരു വാരിലടിച്ച് പൊട്ടിക്കായിരുന്നു വേണ്ടത്. അതിന് ഇനിയും സമയമുണ്ടല്ലോടി. അന്ന് നന്ദുവിനെ വിമർശിച്ച് അതേ നാവുകൊണ്ട് ഞാൻ അവളോട് പറയും, ലോക്കപ്പിലിട്ട് അവനെ മൃഗീയമായി മർദ്ദിക്കണമെന്ന്. അതിന് അർഹൻ തന്നെ അവൻ. ഇതുപോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നവി, ഞാനും കണ്ടിട്ടില്ലാടി. നിനക്കറിയാവോ എന്നെ പെണ്ണ് കാണാൻ വന്ന ആളാ ആദർശേട്ടൻ. അന്ന് ഞങ്ങൾക്കിടയിലേക്ക് ഓവർ സ്മാർട്ടായിട്ട് വന്നവനാണ് ഈ അഭി. അതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അവൻ അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ആദർശേട്ടൻ്റെ ജീവിതത്തിലെ ഭാര്യയായിട്ട് നയനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നേനെ ഇന്നുണ്ടാവുക. അവൾ നല്ലവളാ, പിന്നെ അതുകൊണ്ടാ അതുപോലെ നല്ല സ്വഭാവമുള്ള ഒരാളെ അവൾക്ക് ഭർത്താവായി കിട്ടിയതെന്നൊക്കെ നവ്യ പറയണു. എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു റുബൻ. എന്നും അച്ഛനും അമ്മയ്ക്കും തലവേദന ഞാനായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിന് ചേരുന്ന ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. എന്നാൽ ഇത്രയും തരം താഴ്ന്ന ഒരുത്തന്നെ നിനക്ക് ദൈവം തരരുതായിരുന്നു നവ്യെന്ന് കൂട്ടുകാരി പറയാം. ഇനിയിപ്പോൾ ആരും അറിഞ്ഞിട്ടും കാര്യമില്ലെന്നും ഇതേ അവൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നും അനന്തപുരിയിലുള്ളവരൊക്കെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് ആദർശേട്ടനും നയനയും. അതുകൊണ്ട് അഭയുടെ തകർച്ച തന്നെയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവൻ തകർന്ന് തരിപ്പണമാകണം, അവനൊന്നുമല്ലാതാവണം, അവൻ്റെ ജീവിതം പോലും അവന് ഭാരമായിട്ട് തോന്നണമെന്നും നവ്യ പറയണു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നു പോകരുത്. AN ജ്വല്ലറിയുടെ ഓണറുടെ യഥാർത്ഥ പേര് എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ്റെ മുന്നിലെത്തണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരിയായിട്ട് ഇങ്ങ് പിരിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മാളവിക ഫോൺ എടുത്ത് ആദർശിനെ വിളിച്ചു വരുത്തി. അപ്പോൾ നിങ്ങൾ തേടുന്ന ആളിൻ്റെ പേര് കിങ് കോബ്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാളവിക പറയാം. അപ്പോൾ എക്സ് എന്ന പേരിലാണ് അയാളുടെ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മാളവിക പറയുമ്പം അതെ ആ എക്സിൻ്റെ മറ്റൊരു പേരാണ് കിങ് കോബ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം പറഞ്ഞു. എന്ന് വെച്ചാൽ രാജവെമ്പാല, നാഗരാജാവ്. ഇതൊക്കെ ചില ഡോണുകളുടെ പേരാ. എന്ന് വെച്ചാൽ കള്ളക്കടത്തല്ലേ പ്രധാന തൊഴിൽ. അപ്പം പിന്നെ ഇങ്ങനൊരു പേര് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. അപ്പോൾ ആൾ ചില്ലറക്കാരനായിരിക്കില്ല ആദർശേട്ടാ. അപ്പോൾ ഈ കിങ് കോബ്രയ്ക്ക് മൂർത്തീസ് ജ്വല്ലറിയോട് ഇത്ര പകരം ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പം അതിലുപരി ആരായിരിക്കും അജ്ഞാത മെസ്സേജ് അയക്കുന്നത് എന്നും മാളവിക ആദർശനോട് ചോദിച്ചു. അവർ നമ്മുടെ ശത്രുക്കളായിരിക്കോ അതോ മിത്രങ്ങളായിരിക്കോ? അപ്പോൾ ഇതുവരെയും നമ്മളെ കുഴപ്പിച്ചിട്ടില്ല. അന്ന് നയനെ അറസ്റ്റ് ചെയ്ത ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് പോലും നന്ദുവിന് കൃത്യമായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്തതേ ഈ അജ്ഞാതനാണെന്ന് പറഞ്ഞു. ഇനി മിത്രങ്ങളായി നടിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ന് മാളവിക ചോദിച്ചപ്പം അങ്ങനൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. പക്ഷെ ഇപ്പം എന്തായാലും നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ഓരോ മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ആദർശം. ഇനി അജ്ഞാതനെ കണ്ടെത്താൻ വേറെ അന്വേഷണം മറ്റും നടത്തേണ്ടി വരുമോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നന്ദുവിനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാളവികയുടെ കാര്യമാണ് ശരിക്കും നോക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞു.
അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ആരും ചെയ്യാത്ത സഹായങ്ങളാണ് മാളവിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആദർശ്. മാളവികയുടെ ഹസ്ബൻഡിൻ്റെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലിയിൽ നിന്നും നിന്നെ തടയാതിരുന്നത്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട സാറ്. സാറിൻ്റെയും മൂർത്തി സാറിൻ്റെയൊക്കെ നന്മയും സ്നേഹവും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി കുറച്ച് ത്യാഗം ചെയ്യാനൊക്കെ ഞാൻ തയ്യാറാണെന്നും പറയും. അതിനിടയിൽ നിനക്ക് ആപത്തൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആദർശ് പറഞ്ഞപ്പം അതേപ്പറ്റി സാറ് ചിന്തിക്കേണ്ട. ഈ ക്വീൻ കോബ്ര ആരാണെന്ന് സാർ ആദ്യം കണ്ടെത്താൻ നോക്കാൻ പറഞ്ഞു. ആ ഹോട്ടൽ റെഡി ചെയ്തിട്ടും അയാളുടെ ഒരു പൊടി പോലും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ സേവിയറിനോട് ആ ഹോട്ടലിലേക്ക് വരുന്ന എല്ലാ കോളുകളും ചോർത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആദർശ നേരം മാളവികയോട് പറഞ്ഞു. ദുബായിലാണ് അവരുടെ സെൻറ്റർ എന്നറിയാം. അതോടൊപ്പം സൗത്ത് ആഫ്രിക്ക ഭാഗങ്ങളിലും ഇവർക്ക് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഡയമണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് കടത്തുന്നതെന്ന കാര്യവും ആദർശ് പറയുകയും ചെയ്തു. ഈ കള്ളക്കടത്തൊക്കെ ഇപ്പോഴും കാര്യമായിട്ടാണ് നടക്കുന്നുണ്ട്. അന്ന് ആ ഡ്രൈവർ കൊല ചെയ്തപ്പെട്ടതാണ് കുഴപ്പമായി പോയതെന്നും ആദർശ് പറഞ്ഞു. ഇനി ആരെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ നന്ദു അവരെ കൊണ്ട് പറയിച്ചോളും ഇതിൻ്റെ പിന്നിൽ ആരാണുള്ളതെന്നുള്ളത്. ഇപ്പം എന്തായാലും ആ ഹോട്ടൽ റെയ്ഡ് ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടിയത് മുത്തശ്ശൻ്റെ ശുപാർശ പ്രകാരമാണെന്നും ഇനി മുത്തശ്ശനെയും പതിയെ കളത്തിലിറക്കണമെന്നും ആദർശ് പറയാം. അതിന് ഞാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടേ കാര്യമൊന്നുമില്ല, നന്ദുവിനെ കൊണ്ടേ എല്ലാം ചെയ്യിക്കാൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞു. എന്തായാലും AN ജ്വല്ലറി വിജയിക്കാവുന്നതിന് പരമാവധി വിജയിച്ചു. ഇനിയിപ്പോൾ പന്ത് നമ്മുടെ കോർട്ടിലാണ്, നമ്മളെ ഗോൾ അടിച്ച് തുടങ്ങാൻ പോവാം മാളവികയെ എന്നും പറഞ്ഞ് ആദർശം. അപ്പം അതും പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ച് പിരിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയെ കാണിക്കുന്നു. മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവന് തിരക്കല്ലേ, കുഴപ്പമൊന്നുമില്ല, മോൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരക്കാണെങ്കിൽ അതിന് പകരമല്ലേ അവിടെ രണ്ടുപേരെ വെച്ചിരിക്കുന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുക കേട്ടോ. എലിസബത്ത് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം നന്നായി നോക്കുന്നുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ പോകത്തക്ക പ്രശ്നമൊന്നും മോൾക്കില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നയന വരുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന ശേഷവും നിർബന്ധിച്ചു, എന്നിട്ടും മോള് പോണ്ടാന്നാ പറയുന്നതെന്നൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുക. മോൾ അങ്ങനെയൊക്കെ പറയും നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ, പക്ഷേ താൻ കണ്ടറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാവുന്നേ. അപ്പോഴത്തേക്കും മുത്തശ്ശി വേന്ന് ഫോൺ കട്ട് ചെയ്തു നയനയെ കണ്ടപ്പം. ഹലോ ഹലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിനോട് ഹലോ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശിന് കാര്യം മനസ്സിലായി. നയന വന്ന് എന്താ മുത്തശ്ശി എന്നെ കണ്ടപ്പോൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തത്? അത് പിന്നെ സംസാരിച്ചു കഴിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി കിടന്ന് വെപ്രാളം കൂട്ടും. അപ്പം അല്ല ആരെയാ വിളിച്ചേ? അത് പിന്നെ ആദർശിൻ്റെ എന്നും പറഞ്ഞ് ആദർശേട്ടൻ്റെ അമ്മയാ ദേവയാനി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പോൾ അമ്മയായിരുന്നോ? എന്നാൽ പിന്നെ എൻ്റെ കയ്യിലോട്ട് ഫോൺ തരാതിരുന്ന എന്താണെന്ന് ചോദിച്ചു. അത് തന്നെ അവൾ പെട്ടെന്ന് ഫോൺ വെച്ച് കളഞ്ഞെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ചേർന്ന് ഉരുണ്ട് കളിക്കുക. മോൾക്ക് അങ്ങോട്ടൊന്ന് വന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അവിടെ വരുന്നതിൽ വിലക്കൊന്നുമില്ലല്ലോ മോൾക്കെന്ന് പറഞ്ഞപ്പം എന്നാലും ആദർശേട്ടൻ ഇഷ്ടമല്ല ഈ ഓട്ടോ ഒക്കെ അവസാനിപ്പിച്ച് കാര്യങ്ങളെല്ലാം വഴിക്ക് വന്നെങ്കിൽ മാത്രമേ ഇനി ആദർശേട്ടൻ അങ്ങോട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്നേരം അങ്ങനെ വാശിയുടെ ആവശ്യമൊന്നും ഇല്ല മോളെ എന്ന് മുത്തശ്ശി നയനയോട് പറയുക. മോൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ വരാം, എന്നിട്ട് മോൾക്ക് മുത്തശ്ശനെ കാണാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കണ്ടാലും മുഖം തരും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശി പറയാം. മുഖം തന്നില്ലെങ്കിലും എനിക്ക് മുത്തശ്ശിനൊന്ന് കാണാൻ കഴിയുമല്ലോ മുത്തശ്ശി എന്ന് നയന. ആ മുഖത്തേക്കൊന്ന് നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞു. ആ സമയത്ത് വയസ്സായതോടുകൂടി വല്ലാത്ത വാശി വയ്ക്കുക മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് എലിസബത്ത് അങ്ങോട്ടേക്ക് വന്നു. എലിസബത്തെ ഞാൻ അങ്ങോട്ടേക്ക് പോവുക, മോളുടെ കാര്യങ്ങളെല്ലാം നീ കൃത്യമായി നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ, മോൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ക്ഷീണം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പം ക്ഷീണം ഉണ്ടെങ്കിലും മോള് പറയില്ല, നീ ഒരു ഹോം നേഴ്സ് അല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് മോളെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. അമ്മ ഇവിടെ വന്നിട്ട് മോളെ കണ്ടല്ലോ, എന്നിട്ട് മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോഴത്തേക്കും നയനി ഒന്ന് ചിരിച്ചു. ഇങ്ങനെ മുത്തശ്ശി നോക്കി. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് മുത്തശ്ശി. എന്നാൽ മുത്തശ്ശി പോയിട്ട് വരട്ടെ മോളെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അവിടെ ഇരിക്കാം. അപ്പോൾ ദേവയാനി അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗായന വിളിച്ചു. അപ്പോൾ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് സംസാരിച്ചു. എന്താ അമ്മ വിശേഷം എന്ന് ചോദിച്ചു. രാവിലെ നമ്മൾ വിളിച്ച് സംസാരിച്ചാണല്ലോ, പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഉണ്ടാവാനാ മോളേന്ന് ദേവയാനി ചോദിക്കാം. മോൾക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ മുത്തശ്ശി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നിരുന്നോ? എന്നിട്ട് എന്നോട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നോ? അല്ല മുത്തശ്ശി ഇവിടെ നിന്ന് അമ്മയെ വിളിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇല്ല എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് സംശയം മുറുകി.
മുത്തശ്ശി ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ കരുതിയത് അമ്മയെ വിളിച്ചതായിരിക്കും എന്ന്. അത് അച്ഛനെ വിളിച്ചത് മറ്റോ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. പിന്നെ ദേ ഞാനങ്ങോട്ട് വരണോ മോളേന്ന് ചോദിച്ചപ്പം വേണ്ടെന്നേ. അതെന്തിനാ അമ്മ അങ്ങനെ ചോദിക്കുന്നേ? അമ്മയ്ക്ക് വരണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് പോന്നേക്കണമെന്ന് നയന പറയാം. അല്ല, അവിടെ ഇപ്പോൾ സഹായത്തിന് 1-2 പേരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തതെന്ന് ദേവയാനി പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനേ വിലക്ക. അപ്പം പിന്നെ അമ്മ ഇങ്ങോട്ട് വന്നാലേ പരസ്പരം കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് യാതൊരു വിലക്കുമില്ല. ഇവിടുന്ന് അച്ഛനല്ലല്ലോ വീട് വിട്ടു പോകാൻ നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾ സ്വയം എടുത്ത തീരുമാനമല്ലേ എന്ന് ചോദിച്ചപ്പം എന്തായാലും വിജയിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വരണമെന്ന ആദർശേട്ടൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ നയന. അതിനു മുമ്പ് എന്തായാലും ഒരു വരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല അമ്മയെന്നും പറഞ്ഞു. ശരി മോളെ, ഞാൻ ഇടയ്ക്ക് വന്നോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അമ്മയെ വിളിച്ചിട്ടില്ല. പിന്നെ മുത്തശ്ശി ആരെയായിരിക്കും വിളിച്ചത്? ഇനി മുത്തശ്ശനെ തന്നെ ആയിരിക്കോ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് അഭി ഇങ്ങനെ മുറിയിലേക്ക് വരുമ്പോൾ ചന്തുമോള് മുറിയിലിരിക്കുകയാണ്. ഇവള് വന്ന് എൻ്റെ മുറിയിലും കയറാൻ തുടങ്ങിയോ? അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ അഭി ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. അപ്പോൾ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മോളെ അത് കുഞ്ഞുവാവയെ കളിപ്പിക്കുകയാണോ? അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ചേച്ചി ഇഷ്ടപ്പെട്ടോ? അപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കൊച്ചിരുന്ന് കരയും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ചന്തുമോളെ. മോളുടെ വല്യമ്മ വന്നാലേ വലിയ കുഴപ്പമാകും, മോൾക്ക് ചിലപ്പോൾ തല്ലും കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുക അഭി. അപ്പോഴേക്ക് നവ്യ അങ്ങോട്ടേക്ക് കയറി വന്നു. നവ്യ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടിപ്പോയി. അല്ല, നീ എന്താ അവളോട് ദേഷ്യപ്പെടാതിരുന്നത്? അപ്പോഴത്തേക്കും നവ്യ ഇവരെ നേരെ ഒരു നോട്ടം നോക്കി. അല്ല, സാധാരണ മുറിക്കകത്ത് കയറിയാൽ അവളുടെ ചെവി പിടിച്ച് തിരിക്കുമല്ലോ നീ. അല്ല, ഇന്ന് പിന്നെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അതെന്താ നീ ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് നവ്യ തിരിച്ചു ചോദിക്കുക. അവൾ ഈ മുറിക്കകത്ത് കയറിയപ്പോൾ തന്നെ ആട്ടി വിടണ്ടായിരുന്നോ എന്ന് നവ്യ ചോദിക്കാം. അതൊക്കെ ചെയ്യാൻ എനിക്കൊരു പരിമിതിയുണ്ട് നവ്യ. അപ്പം എന്ത് പരിമിതി? അല്ല, ഞാനൊരാണല്ലേടി, എന്നും മാത്രമല്ല ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ട് പോലും ഇല്ലല്ലോടി. പക്ഷെ നിനക്ക് അവൾക്കൊട്ടൊരു തല്ല് കൊടുക്കായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. എന്നാലേ അവൾക്ക് ഈ മുറിയിലോട്ട് വരുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നവ്യ ഇങ്ങനെ നോക്കും അവന്. നീ വന്നപ്പോൾ തന്നെ അവൾക്ക് 2 കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയത് നബി പറയുമ്പം കുഞ്ഞുമായിട്ടേ അവളങ്ങനെ അടുപ്പം കാണിക്കുന്നത് നല്ലതല്ല ബി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും മോൻ അവളെ കാണണമെന്നൊക്കെ തോന്നും. അപ്പോൾ ദേ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. വഴിതെറ്റി നടന്ന് ഏതോ ഒരുത്തിക്ക് ജനിച്ച സന്തതിയാണതെന്ന്. നബിക്ക് കലി വരാൻ തുടങ്ങി. അവളെ ഈ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അവളെ നമ്മുടെ കുഞ്ഞിൻ്റെ കളിക്കൂട്ടുകാരിയാകാൻ പാടില്ല എന്ന് ഇവൻ പറയണം. നമ്മുടെ മോനെ അവൻ്റെ അച്ഛൻ്റെ കൂട്ട് വളരണമെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ വളരാൻ പാടില്ല, അവൻ നിന്നെ കണ്ട് വളരില്ല എന്നും നവ്യ ഇങ്ങനെ മനസ്സിൽ പറയണം. അല്ലേടാ കുട്ടാ, മോൻ അച്ഛനെ പോലെയല്ലേ വളരേണ്ടതെന്നും പറഞ്ഞു കൊച്ചിനെ എടുത്ത് ഭയങ്കര കൊഞ്ചിക്കലും ഇതൊക്കെ. നിങ്ങളെന്ന് നോക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേ അവളുടെ ജീവിതം തകർത്ത് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഇപ്പോൾ അവൾ വഴിതെറ്റി തന്ന പെൺകുട്ടിയാക്കി. മനുഷ്യത്വം ഇല്ലാത്തവനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ ഇവനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇവൻ നവ്യയെ കാണിക്കാൻ കൊച്ചിനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ നമ്മുടെ പാട്ടുമാണ് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ? See you.